ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം. വളരെ അധികം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശ്ലോകം നമ്മൾ സ്വതന്ത്രമായി എടുത്ത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 4 വേദങ്ങളും അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും എല്ലാം നമ്മൾ ചേർത്ത് വെച്ച് അതിൻ്റെ സാരം എടുത്താൽ എന്താണോ അതാണ് ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ 100-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു വച്ചിട്ടുള്ളത്. കാരണം അതും ഇതും അല്ല, സദർത്ഥമല്ല, അഹം സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി, സത് അസത് ഇതി പ്രതിപത്തിയറ്റ്, സത്വവും ഇതി മൃദുവായി അമർന്നിടേണം എന്നാണ് ഗുരു പറയുന്നത്. അതും ഇതും അല്ല. എപ്പോഴും ഈ ദൈവത്തെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ, പരമ്പൊരുളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് എന്ന് പറയുന്നുണ്ട്. തത്വമസി എന്നുള്ള മഹാവാക്യത്തിൽ അത് നീ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് അവിടെ മഹർഷി വേദത്തിൽ ഉപനിഷത്തിൽ സൂചിപ്പിച്ചതാണ്. എന്തിനെയാണ്? ഈ പരമ്പൊരുളിനെ, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന, അതിനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെ അത് എന്ന് പറയണം. പക്ഷേ അത് എന്നുള്ളത് ഗുരു അതിനെ നിഷേധിക്കുകയാണ്. ഉപനിഷത്ത് തന്നെ അത് പറയും വേറെ സന്ദർഭത്തിൽ. ഇത് എന്ന് പറയുന്നുണ്ട്. പൂർണ്ണമദഃ പൂർണ്ണമിദം, ഇതും പൂർണ്ണമാണ് അതും പൂർണ്ണമാണ് എന്നാണ് ആ മന്ത്രത്തിൽ പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ഈ കാണുന്ന, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകം. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നു, ഉപനിഷത്ത് പറയുന്നു, അല്ലെങ്കിൽ ജ്ഞാനം നമ്മളോട് ഉപദേശിക്കുന്നത് ഈ സത്ത് എന്ന് പറയുന്നത്, ഈ പരമ്പൊരുൾ എന്ന് പറയുന്നത് അതും ഇതുമല്ല. ഇനി സത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണോ? അതുമല്ല. സദർത്ഥമല്ല, അഹം ഞാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥമൊന്നുമല്ല. സച്ചിത് അമൃതമെന്ന് തെളിഞ്ഞ്, ഇവിടെയോ അത് സത്ത്, ചിത്ത്, ആനന്ദം, അമൃതത്വം പറയുന്നുണ്ട്. ഒരിക്കലും മരണമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കലും മരണമില്ലാത്ത, മരിച്ചു പോകാത്ത, അതിനെ ആ രീതിയിൽ മനസ്സിലാക്കുന്നവനാണ് ധീരൻ എന്ന് പറയുന്നു. ധിയം രാതി വിഷയേഭ്യ. അപ്പം ഇങ്ങനെ ആരാണോ മനസ്സിലാക്കുന്നത് അവനെയാണ് യഥാർത്ഥത്തിൽ ധീരൻ. അല്ലാതെ നമ്മൾ മസിൽ പവറോ മണി പവറോ ഒന്നുമല്ല ധീരൻ്റെ ലക്ഷണം. ആരാണോ ഈ രീതിയിൽ അവനവനെക്കുറിച്ച് തിരിച്ചറിയുന്നത് അവനാണ് ധീരൻ. അങ്ങനെ സത് അസത് ഇതി ഇങ്ങനെയുള്ള പ്രതിപത്തികളെല്ലാം അറ്റ് സത് ഓം എന്ന്. അപ്പോൾ ഓം എന്നുള്ളത് മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഈ പരബ്രഹ്മ സ്വരൂപത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള മന്ത്രമാണ്. ഈശ്വരൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ, പരമ്പൊരുളിൻ്റെ ഒരു പേര് നമുക്ക് പറയാം, ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ. ഇങ്ങനെ ഓം എന്ന് ഇതിൽ എന്താണ്? മൃദുവായി അമർന്നിടേണം. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല ഈ ആന്തരികമായിട്ടുള്ള പരിവർത്തനങ്ങൾ. അപ്പം അങ്ങനെ വളരെ സമയമെടുത്ത്, ഒരുപക്ഷെ ജന്മങ്ങൾ തന്നെ എടുക്കാം. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന അജ്ഞാനം, അറിവില്ലായ്മ, ഇരുട്ട്,
അതിനെ മാറ്റണമെങ്കിൽ ഒറ്റയടിക്ക് പറ്റില്ല. കാരണം ഈ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരുപാട് അഴുക്കുകളുണ്ട്, ഇരുട്ടുണ്ട്. അതിനെ നമ്മൾക്ക് കഴുകിക്കളയണമെങ്കിൽ, അതിലേക്ക് വെളിച്ചം കൊടുക്കണമെങ്കിൽ ഈ പ്രോസസ്സെല്ലാം ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് അത് മൃദുവായി നമുക്ക് അമരുവാൻ സാധിക്കുന്നത്. അങ്ങനെ സാധിക്കണമെന്ന് തന്നെയാണ് ഈ 4 വേദങ്ങളും ഈ 10 ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും നമ്മളോട് ഉപദേശിക്കുന്നത്. അതാണ് സനാതനമായിട്ടുള്ള തത്വം. ആ സനാതനമായിട്ടുള്ള സത്യത്തിൻ്റെ അനന്തരാവകാശികളാണ് നാം എന്നുള്ള ഓർമ്മ ഗുരു നമ്മളിലേക്ക് പുതുക്കി തരികയാണ്. തീർച്ചയായിട്ടും ഗുരുപൂർണിമ ദിവസം എങ്കിലും നമ്മൾ ഈ ഒരു തലത്തിലേക്ക് ആ ഒരു രാത്രി നമ്മൾക്ക് ഉണർന്നിരുന്ന് ഇങ്ങനെ ചിന്ത ചെയ്യുവാൻ സാധിച്ചാൽ വളരെ നന്ന്. ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.